സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ നിർദ്ദേശം വന്നതിൻ്റെ ആത്മസുഹൃത്ത് ലോഹി മസ്കറ്റിൽ നിന്നും പ്രത്യേകം ആവശ്യപ്പെട്ടത് കൊണ്ടും കൂടിയാണ്. തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചിട്ട് എൻ്റെ അനുമാനങ്ങളിൽ വലിയ യുക്തിയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും ഇത് ഒരു പ്രത്യേകതയൊന്നും കാണുന്നില്ല. ആക്ച്വലി എൻ്റെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയപ്പെടുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ സത്യത്തിൽ ഒരു വേസ്റ്റ് അല്ലേ. ആക്ച്വലി ഇപ്പോൾ കേരളത്തിൽ നടന്ന ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വ്യത്യാസം ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. സ്റ്റാറ്റസ് കോ കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളുടെ ബഹളം, ആക്ച്വലി ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷേ ഇതെന്തോ എല്ലാ ഉത്സവം പോലെ എല്ലാ കൊല്ലങ്ങളിലും ഇങ്ങനെ തിരഞ്ഞെടുപ്പ്, ഇതിനൊരു അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് പാർലമെൻറ്റിൽ എല്ലാം കൂടി ഏകോപിപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നും പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇതിനകത്ത് സാങ്കേതികമായിട്ട് ഇപ്പം തന്നെ ഈ പറയുന്ന പാലക്കാട് ജയിച്ചിരുന്നത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ സീറ്റ് ജയിച്ച സ്ഥാനാർത്ഥിക്ക് വേറെ ബാക്കിയുള്ള ടേം വരെ ഒരാളിൽ നോമിനേറ്റ് ചെയ്ത എന്താ പ്രശ്നം ഉണ്ടാകുക? അതുപോലെ ഈ പറയുന്ന തരത്തിൽ ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡെമോക്രാറ്റിക് രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളിൽ എന്നീ സോൾവ് ചെയ്തിരിക്കുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കാരണം ഈ തിരഞ്ഞെടുപ്പുകൾ വളരെ വലിയ ചെലവുള്ള കാര്യമാണ്. ഖജനാവിൽ നിന്നാണ് ഇതിനൊക്കെ പണം നല്ലൊരു ഭാഗം പോകുന്നത്. അത് പോയിട്ട് തന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കോടികൾ. അത് ഒരു എന്താ പറയണ്ട, ഒരു ക്രിയാത്മകമായ കാര്യമല്ല. അപ്പോൾ ആ രീതിയിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടായി വരുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചെങ്കിലും ഇവിടെ ഇപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടികളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയുക എടുത്തുചാട്ടങ്ങൾ. ഇപ്പോൾ ഇത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വലിയ വക്താവ് ഒരു സുപ്രഭാതത്തിൽ അയാൾ പറഞ്ഞതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു ഓപ്പോസിഷൻ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് എന്താണ് ഉദ്ദേശം? എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ. ഇതിനകത്ത് ആകെ ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു MLA ആകണം. അതിന് ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു സാധ്യതയും ഉണ്ടാകില്ല എന്ന് മറ്റാരെക്കാളും അദ്ദേഹത്തിന് അറിയാം. അതിലപ്പുറമായിട്ട് ഏതൊരു വിധത്തിലുള്ള സൈദ്ധാന്തിക ചർച്ചകൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ ഭൂരിപക്ഷമില്ല. ആക്ച്വലി അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതിങ്ങനെ ഒരു മൊസൈക്ക്, നല്ലൊരു ഭാഗം മുസ്ലിങ്ങളും നല്ലൊരു ഭാഗം ക്രിസ്ത്യാനികളും എത്രയോ കാലമായിട്ട് സഹവർത്തിത്വത്തോടെ നടന്നു പോകുന്ന വളരെ സാംസ്കാരിക പൈതൃകവും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ഉൾക്കാഴ്ചകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഹൈന്ദവ മൂല്യങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അടുത്ത കാലത്തൊന്നും ഒരു തരത്തിലും ഒരു സാധ്യത ഉണ്ടാകാൻ പോകുന്നില്ല. അവർ കളിക്കുന്ന രാഷ്ട്രീയ കളികളാണെങ്കിൽ ഭയങ്കര രസമാണ്. കാരണം പണ്ട് 2 മുന്നണികൾ അതിൻ്റെ ജയപരാജയങ്ങളിൽ വളരെ എന്താ പറയുക നേരിയ ഭൂരിപക്ഷത്തിലാണ് ഒരു കക്ഷി ഭരിക്കുന്നു, അടുത്ത ഇലക്ഷൻ വരുന്നു, മറ്റേ മറുകക്ഷി അധികാരത്തിൽ. അങ്ങനെ ഒരു പാറ്റേൺ നടന്നുകൊണ്ടിരുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഫോർമുല തെറ്റിയതിൻ്റെ കാരണം മൂന്നാമതൊരു കക്ഷി വന്നിട്ട് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഒരു 10-15-20% വരെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിക്ക് നേരിയ ഭൂരിപക്ഷം കിട്ടുകയും ഈ അവസ്ഥ കുറേ കാലം ഇങ്ങനെയാണെങ്കിൽ തുടരും എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്കയെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയമാണ്, എന്ത് വന്നാലും നമുക്ക് കാണാം.
അപ്പോൾ അത്തരത്തിലുള്ള ചില ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൊണ്ടുള്ളത്. ഇതിനപ്പുറമായിട്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ചുമ്മാ വാചകം അടിക്കുന്നതിൽ കാര്യമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ എങ്ങനെയെങ്കിലും ഈ തിരഞ്ഞെടുപ്പുകളുടെ മഹാമഹം ഒന്ന് അവസാനിപ്പിച്ചിട്ട് അഞ്ച് കൊല്ലം തികയുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള നിയമാവലികൾ ഉരുത്തിരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ധേരികൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.